ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും മാർക്കറ്റ് പതിവ് പോലെ വോളറ്റൈൽ ആയിരുന്നെങ്കിലും റിന്യൂവബിൾ എനർജി സെക്ടറിലെ ചില സ്റ്റോക്കുകളിൽ വ്യക്തമായ മുന്നേറ്റം കാണാൻ സാധിച്ചു. റിന്യൂവബിൾ എനർജി സെക്ടറിലെ വാരി എനർജി ഇന്ന് 2.3% വർദ്ധിച്ച് 2948 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ആയി 3743, 52 വീക്ക് ആയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ്. 84,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി കൂടിയാണ് വാരി എനർജി ലിമിറ്റഡ്. വാരി എനർജി ലിമിറ്റഡ് 2,000 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ അനൗൺസ് ചെയ്തതും 300 മെഗാവാട്ട് ശേഷിയുള്ള ഇലക്ട്രോലൈസർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 200 കോടി രൂപ നീക്കിവെച്ചതിൻ്റെയും പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഡെപ്റ്റ് ആൻഡ് ഇൻറ്റേർണൽ ആക്യുറൽസ് വഴിയാണ് കമ്പനി 2,000 കോടി രൂപയുടെ ക്യാപെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ ലിഥിയം അയോൺ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സ്റ്റോറേജ് സെൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 650 കോടി രൂപ വകയിരുത്താനും കമ്പനി അല്ലെങ്കിൽ 650 കോടി രൂപ ചെലവഴിക്കാനും കമ്പനി തീരുമാനിച്ചു. ഓവറാൾ അഗ്രസീവ് ബിസിനസ് എക്സ്പാൻഷനിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടാതെ വാരി എനർജിയുടെ ഒരു സബ്സിഡറി കമ്പനിയായ വാരി പവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലും സ്റ്റോക്ക് 130 കോടി രൂപയുടെ അല്ലെങ്കിൽ വാരി എനർജി എന്ന പേരൻ്റ് കമ്പനി 130 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. വാരി എനർജിയുടെ IPOയ്ക്ക് മികച്ച റെസ്പോൺസ് ആയിരുന്നു മാർക്കറ്റിൽ നിന്ന് ലഭിച്ചത്. IPOയ്ക്ക് ശേഷം സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലേക്ക് എത്തി. അതിനുശേഷം സ്റ്റോക്കിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 2,500-നടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. പിന്നീട് സ്റ്റോക്ക് 3,400 വരെ നീങ്ങിയെങ്കിലും 3,400-ൽ നിന്നും കറക്ഷൻ വന്ന് 2,950-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 2,900 പ്രധാന സപ്പോർട്ടും 2,750 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമായി പ്രവർത്തിച്ചേക്കും. ഇവിടെ 3,200 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. രണ്ടാമത്തേത് NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2.3% വർദ്ധിച്ച് 134-നടുത്ത് ക്ലോസിംഗ് നൽകി. 1.13 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 362, 52 വീക്കിലോ 111, 52 വീക്ക് ആയി 185. NTPC ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ബീഹാർ ഗവൺമെൻറ്റുമായി ചേർന്ന് റിന്യൂവബിൾ എനർജി പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. ഇവിടെ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകളിൽ ഗ്രൗണ്ട് മൗണ്ടഡ് ആൻഡ് ഫ്ലോട്ടിംഗ് സോളാർ ഇൻസ്റ്റാളേഷൻ, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി ഇനിഷ്യേറ്റീവ്സ് എന്നിവയിലാണ് ബീഹാർ ഗവൺമെൻറ്റും NTPC ഗ്രീൻ എന്ന കമ്പനിയും സഹകരിക്കുന്നത്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. റീസെൻ്റ്ലി കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നതും ഒരു പ്രധാന അപ്ഡേറ്റാണ്. കഴിഞ്ഞ ആഴ്ച കമ്പനിക്ക് ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും 300 മെഗാവാട്ട് ശേഷിയുള്ള ഗുജറാത്ത് സോളാർ ഫോട്ടോ വോൾട്ടായിക് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ഓർഡർ ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ റീസെൻ്റ്ലി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും NTPC എന്ന കമ്പനിക്ക് 200 മെഗാവാട്ട് ശേഷിയുള്ള ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറും നൽകിയിരുന്നു. കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഇൻടാക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ESS അതായത് എനർജി സ്റ്റോറേജ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ചില ഓർഡറുകളും മഹാരത്ന കാറ്റഗറിയിലുള്ള NTPC എനർജി എന്ന കമ്പനിക്ക് ലഭിക്കുന്നു. NTPC എനർജി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം മികച്ച ബൈയിങ് മൊമെൻറ്റം വരികയും 150 എന്ന റെസിസ്റ്റൻസിനടുത്തേക്ക് സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. 150-ൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നപ്പോൾ 130-നടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും 140-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം.